സമിതി റിപ്പോർട്ടിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന 20 ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണം അതിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രിയാണ് പറയുന്നത്. മന്ത്രി അങ്ങനെ അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കാണാതായിട്ടില്ല എന്ന് മന്ത്രി കള്ളം പറയുകയാണോ? അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് 20 ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനെയില്ല. അത് 14 ലക്ഷം രൂപ 14 ലക്ഷം രൂപയുടെ സാധനമാണ്. അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അതിനകത്ത് അത് ഇടയ്ക്ക് അത് പിന്നെ കളക്ടർ ഓഫീസിലൊക്കെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ ശശി തരൂർ ബഹുമാനപ്പെട്ട MP-യുടെ ഫണ്ടിൽ നിന്ന് എടുത്താണ്. അതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഉള്ളതാണല്ലോ. അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിക്കണ്ടില്ല. ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഉപകരണ ഭാഗവും പോയിട്ടില്ല. വകുപ്പിൽ തന്നെ ഉണ്ട്. വകുപ്പിൽ തന്നെ എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാണ്. ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തി എന്നുള്ള കാര്യങ്ങൾ കൂടി വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട്. അത് തനിയെ കേടുവരില്ല, കേടുവരുത്തിയെന്നുള്ളത് അങ്ങനൊന്നും വിദഗ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല. വിദഗ്ധ സമിതി അങ്ങനൊന്നും പറയാനുള്ള ഇല്ല 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 അങ്ങനെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. അതിന്റെ വലിയ വിദഗ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും DME കൊടുക്കുകയും ചെയ്തു. അതിനകത്തൊന്നും അങ്ങനെ കേടാക്കിയെന്നോ ഒന്നുമില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. ആകെ ഒരു ആരോപണമേ വന്നിട്ടുള്ളൂ. ആ ആരോപണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡോക്ടർക്ക് ഇത്രയും പറഞ്ഞിട്ടും ഡോക്ടറിനെതിരെ ആദ്യഘട്ടത്തിൽ ഡോക്ടർ സംരക്ഷണ നിലപാട് മന്ത്രി സ്വീകരിച്ചു. പിന്നീട് ഇന്ന് മന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഡോക്ടറിലേക്ക് എല്ലാ മുനകളും ഒരു ചൂണ്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഡോക്ടറിന്റെ ഒരു ഉത്തരവാദിയാണ്, അത്ര നിഷ്കളങ്കനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സാധൂകരിക്കണ്ടേ? അത് അങ്ങനെയല്ല എന്നോട് നമുക്ക് തിരുത്തി പറയണ്ടേ? അല്ല, അങ്ങനെയല്ല. ഞാനെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് ഇത് എൻക്വയറിയുടെ ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിൻ്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല. മന്ത്രി മാത്രമല്ല മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. എനിക്ക് എന്റെ പേരിൽ ആക്ഷനൊന്നും ഉണ്ടാവില്ല. മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട് എന്നതിനത് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു. ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തും. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. നടക്കട്ടെ, അല്ലാതെ എൻക്വയറി ഏത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അങ്ങനൊന്നുമില്ല. ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്റെ എല്ലാ ഉപകരണങ്ങൾക്കും എനിക്കാണ് ഉത്തരവാദിത്വം. ഡോക്ടർ പറയുന്നു കൃത്യമായി എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ താങ്കൾക്കറിയാം ആ വകുപ്പ് ഏതൊക്കെ ഉപകരണങ്ങളുണ്ട് ഇല്ല? തീർച്ചയായിട്ടും അറിയാം. കൃത്യമായി തന്നെ പറഞ്ഞു. ഓസിലോസ്കോപ്പ് അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്, ഉപകരണം കേടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? ശരിയായി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് അവിടെ ഉള്ളതെങ്കിൽ ഓസിലോസ്കോപ്പ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? അതറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കേട്ടതുമില്ല. അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അന്വേഷിച്ചതില്ല. അല്ല, അന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത്രയും ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. 2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും അകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും യാതൊരു തരത്തിലുള്ള സാവകാശവും കിട്ടിയില്ല. അതിനുള്ള അനുവാദങ്ങളും ഇല്ല. അവർ അതിനല്ല വന്നതും. വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ അത് പോയതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഡോക്ടർക്ക് അറിയാതെ? ഡോക്ടർ ഹാരിസ് ചുരക്കൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ ഉപകരണങ്ങൾ കേടായി എന്ന് മന്ത്രി പറയാൻ നടത്തി. അതിനകത്തൊന്നും ഒരു വസ്തുവില്ല. അതായത് ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അത്രയും വർഷങ്ങൾക്ക് ശേഷം വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്? അതായത് ഉപകരണം ഇല്ല. വിദഗ്ധ സമിതിയിലെ റിപ്പോർട്ടില്ലാത്ത അങ്ങനെ ഇല്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആർക്കും കാണിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ ഞാൻ അത് RTI വഴി അത് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊണ്ടെങ്കിൽ പിന്നെ പറയാം എന്താണെന്നുള്ളത്. എനിക്ക് തന്ന മെമ്മോയിൽ അങ്ങനെയൊന്നുമില്ല.
ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ മറുപടി നൽകും. അത് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, 1-2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് എഴുതി കൊടുക്കാവുന്ന ചെറിയ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല. ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നതും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ്. അതിന് ചെറിയ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വലിയ തെറ്റാണ്. സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അവർക്ക് എൻ്റെ സത്യസന്ധത അവർക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ തരും, പിന്തുണയ്ക്കും. വിദഗ്ധ സമിതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ആ ചോദ്യം ആവർത്തിക്കുകയാണല്ലോ. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഉപകരണങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശമില്ല. ഒരുപാട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ നടക്കണം. അങ്ങനെ സമിതി റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ അതിന് ആൻസർ പറയാം. ഡോക്ടർ ഹാരിസ് ചുരക്കൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലവിലെ ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളിയിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ കേടായി എന്നുള്ള പരാമർശം അത് വിദഗ്ധ സമിതി ഒരിക്കലും അങ്ങനെ പറയില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ചുരക്കൽ ഇപ്പോൾ പറഞ്ഞത്. തനിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും താൻ കുറ്റകരമായി ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉന്നയിക്കപ്പെട്ടത് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുന്നതിനെതിരെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നടപടിയൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുമാണ് ഡോക്ടർ ഹാരിസ് ചുരക്കൽ ഇപ്പോൾ പറയുന്നത്. മന്ത്രി തനിക്കെതിരെ ആരോപണങ്ങൾ ഇത്തരത്തിലൊന്നും ഉന്നയിക്കുമെന്ന് കരുതുന്നില്ല. അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ. വിദഗ്ധ സമിതിക്ക് ഒരിക്കലും ഈ ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ അകത്ത് കയറി ഉപകരണങ്ങളൊക്കെ പരിശോധിക്കാനുള്ള അനുവാദം ഇല്ല. അങ്ങനെ ഒരു നീക്കവും അവിടെ നടന്നിട്ടില്ല. തന്നോട് 1-2 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ സർജറി ഉള്ള ദിവസങ്ങളിലാണ് 2 ദിവസവും അവിടെ ഈ പരിശോധനയ്ക്കൊക്കെ സമിതി എത്തിയത്. ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്കെതിരെ നടപടി ഉണ്ടാകില്ല. ഏതെങ്കിലും നടപടി ഉണ്ടായാൽ തന്നെ ജീവനക്കാരുടെ സംഘടന തന്നെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത് എന്നും ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചുരക്കൽ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു.